തെരഞ്ഞെടുപ്പ് പരസ്യപ്രചാരണം കൊട്ടിക്കലാശത്തിലേക്ക് അടുക്കുകയാണ്. എന്നോടൊപ്പം മന്ത്രി കെ രാജനാണുള്ളത്. ഒല്ലൂരിലെ LDF സ്ഥാനാർത്ഥിയാണ്. ഓട്ടത്തിലാണ്. അല്ലോട്ടത്തിലാണ്. തെരഞ്ഞെടുപ്പാണല്ലോ, സ്വാഭാവികമായിട്ടും ഞാൻ സ്ഥിരമായുള്ള ഓട്ടമാണിത്. ഇത്തിരി അങ്ങോട്ടും ഇങ്ങോട്ടും കൂടിയാലേ ഉള്ളൂ. അതല്ലാതെ ഇതൊരു ജീവിത പ്രക്രിയയുടെ ഭാഗമായി. മന്ത്രിയായിട്ടും മണ്ഡലത്തിൽ 2-3 ദിവസം കൃത്യമായിട്ടുണ്ടാകും. ഉള്ള ദിവസം തന്നെ ഏതാണ്ട് ഇതേ സമയം ഉപയോഗിക്കുകയും ചെയ്യും. അതുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി എന്നുള്ളൊരു പ്രത്യേകത ഒഴിച്ചാൽ ജീവിതചര്യയിൽ വലിയ വ്യത്യാസം ഉണ്ടാകില്ല. ചെറിയ ഒട്ടുപിടുത്തത്തിൻ്റെ കൂടുതലുണ്ടാവും. ഇപ്പം നിലവിലെ കേരളത്തിലെ ട്രെൻഡ് എന്താണ് ശരിക്കും? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ ഒരു ട്രെൻഡായിരിക്കും കേരളത്തിലുണ്ടാവുക. അതിൻ്റെ കൃത്യമായ സൂചനകൾ നമുക്ക് ലഭ്യമായി കഴിഞ്ഞു. ഈ UDF അധികാരത്തിൽ വന്നില്ലെങ്കിൽ വനവാസത്തിന് പോകും എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവ്. അപ്പോൾ പ്രതിപക്ഷ നേതാവിന് വനവാസത്തിൽ പോകേണ്ട ഒരു അവസ്ഥ വരുന്നതാണ് പറയുന്നത്. കേരളത്തിൽ വലിയ ഭൂരിപക്ഷത്തോടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജയിക്കും. അങ്ങനെ വന്നാൽ പിന്നെ ബാക്കിയുള്ളവർ എന്തൊക്കെ ചെയ്യണമെന്ന് അവരവർ തന്നെ തീരുമാനിക്കട്ടെ. അത് അവരുടെ ഇഷ്ടത്തിന് വിടുകയാണ്. ഇന്ന് മാത്യു കുഴൽനാടൻ്റേതായിട്ടുള്ള ഒരു ആരോപണം വന്നിരിക്കുന്ന ഒരു ഓഡിയോ സന്ദേശം പുറത്തുവിട്ടിരിക്കുകയാണ്. അതിൻ്റെ ആധികാരികത സംബന്ധിച്ച് സംശയം മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞിരുന്നു. പക്ഷേ അതിൽ പറയുന്നൊരു കാര്യമെന്ന് പറയുന്നത് പ്രളയം 2018 അത് മനുഷ്യനിർമ്മിതമായിരുന്നു, അതിൽ പല വിധത്തിലുള്ള അഴിമതികൾ നടത്തിയതിൻ്റെ ഭാഗമായാണ് നടന്നതെന്നാണ്. ഈ കുഴൽനാടൻ്റെ ഒരു അഭിപ്രായത്തോടെ എന്താണ് പറയുന്നത്? 8 വർഷക്കാലത്തിന് ശേഷമാണ് കുഴൽനാടൻ്റെ വെളിപാട്. തെരഞ്ഞെടുപ്പ് എന്തെല്ലാം നമ്പറുകളാണ് ഇറക്കുക. ചേലക്കര തെരഞ്ഞെടുപ്പിൻ്റെ തലേ ദിവസവും കുഴൽനാട് ഒരു നമ്പർ ഇറക്കിയിരുന്നു. ഇങ്ങനെ നട്ടാൽ മുളയ്ക്കാത്ത നുണകളുടെ ഒരു കേന്ദ്രമായിട്ട് എങ്ങനെയാണ് UDF പോകുന്നത്? ഇപ്പോഴെവിടെ നിന്നാണ് ഇങ്ങനൊരു ചർച്ച തുടക്കം കുറിച്ചതെന്ന് ചോദിച്ചാൽ തെരഞ്ഞെടുപ്പ് പരാജയം മണക്കുന്ന നേരത്തുള്ള ചില പൊടിക്കൈകളാണ്. സുപ്രീം കോടതി തന്നെ ഓടിച്ചു വിട്ടു. ഇപ്പോൾ ഒരു തോറ്റ വക്കീലന്മാരുടെ കാലമാണ്. ഓടിച്ചു വിട്ടവർ വീണ്ടും വീണ്ടും ഇത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങളുമായി വരുന്നത് അർഹിക്കുന്ന ഗൗരവത്തോടെ ജനങ്ങൾ തള്ളിക്കളയും. ഇതൊന്നും മറുപടി അർഹിക്കുന്ന പ്രശ്നങ്ങളെ അല്ല. തെരഞ്ഞെടുപ്പിൻ്റെ അവസാനത്തെ ലാപ്പിൽ ജനശ്രദ്ധ തിരിച്ചു പിടിക്കാൻ പറ്റുന്ന ചില ടെക്നോളജികളാണ്. ഇതും കനകോല് തന്നെയാണോ അതോ വെള്ളപ്പൊക്കത്തിന് വേറെ കനകോലിനെ വെച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇത്തരത്തിലുള്ള സ്ട്രാറ്റജി ഒന്നും ജനങ്ങളുടെ മുമ്പിൽ വില പോവില്ല. എന്തായാലും തെരഞ്ഞെടുപ്പ് പ്രചാരണം അന്തിമഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ കെ രാജൻ കൊട്ടിക്കലാശത്തിലേക്കുള്ള അതിനുവേണ്ടിയുള്ള കോപ്പുകൂട്ടലിലാണ്. എന്തായാലും കേരളം വീണ്ടും LDF തന്നെ ഭരിക്കുമെന്നുള്ള കൃത്യമായൊരു നിലപാടാണ് കെ രാജൻ വ്യക്തമാക്കുന്നത്. സുജി പട്ടാമിക്കൊപ്പം MS ലിഷോയ്, മാതൃഭൂമി ന്യൂസ്, തൃശ്ശൂർ.